Hi dears, welcome back to Mayflower. Today we are discussing the poem Affliction written by George Herbert. George Herbert is a religious writer, poet and priest. ഒരു റിലീജിയസ് റൈറ്ററാണ് ആൻഡ് ഹി ബിലോങ്സ് ടു ദ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രി. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അതിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ജോൺ ഡണ്ണാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രിയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ജോർജ് ഹെർബർട്ട്. He is one of the metaphysical poets, and Affliction here, Affliction is one of the 5 poems that are included in the collection The Temple. The Temple എന്ന ഒരു കളക്ഷനിൽ അദ്ദേഹത്തിന് ഒരേ ഒരു കളക്ഷനാണ്. ഈ കളക്ഷനിൽ ഉൾപ്പെട്ട 5 കവിതകളാണ്. അതിലെ ഫസ്റ്റ് കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള Affliction. The word affliction means misery, illness or distress. Affliction എന്ന വാക്കിന്റെ അർത്ഥം misery, illness or distress. And the poem Affliction raises a series of spiritual and philosophical questions like what is the relationship between human beings and God? ഈ കവിതയിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് what is the relationship between man and God? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്? And is it God who determines everyone's life, etc.? എല്ലാവരുടെയും ജീവിതം അതായത് പ്രീ പ്ലാൻഡ് ആണോ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡിസൈഡഡ്. നമ്മൾ പറയും ജനിക്കുമ്പോഴേ തലയിൽ എഴുതിയതാണ് നിന്റെ ജീവിതം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണോ അതോ ഒരാളുടെ പ്രവൃത്തികളാണോ ഒരാളുടെ ജീവിതം തീരുമാനിക്കുന്നത്? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. The poem begins with the speaker feeling optimistic and full of life in the first 3 stanzas. In this poem, there are 11 stanzas, and in the first 3 stanzas, we can see optimistic tone. Here, the poet is very optimistic in the first 3 stanzas. ആദ്യത്തെ 11 stanza ഉണ്ട്. ഈ 11 stanzയിൽ ആദ്യത്തെ 3 stanzയിൽ the poet seems to be optimistic. വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് കവി കാണപ്പെടുന്നു. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോം. നമുക്ക് ജോർജ് ഹെർബർട്ടിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഇതെന്ന് പറയാം. ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള കവിതയാണ്. ആൻഡ് there are 11 stanzas of 6 lines each and having total 66 lines, and the rhyme scheme is ABABCC. ഈ കവിത നമ്മൾ പറഞ്ഞു 11 സ്റ്റാൻസ ഉണ്ട്. ഒരു സ്റ്റാൻസയിൽ 6 വരിയാണ്. അങ്ങനെ 66 വരികളുള്ള കവിത. അതോടൊപ്പം തന്നെ ഇതിന്റെ റൈം സ്കീം ABABCC, ആൻഡ് ഇറ്റ് ഈസ് ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരുവിധം കവിതകളൊക്കെ അയാംബിക് പെൻറ്റാമീറ്റർ ആണ്. അത്തരത്തിലൊരു അയാംബിക് പെൻറ്റാമീറ്ററിൽ എഴുതപ്പെട്ട കവിതയാണ്. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ദ പോയറ്റ് റിഫ്ലെക്ട്സ് ഹിസ് യൂത്ത് ആൻഡ് ഹിസ് അഫ്ലിക്ഷൻ ടു ഗോഡ്. ആദ്യത്തെ പാർട്ടില് അദ്ദേഹം വിവരിക്കുന്നത് അദ്ദേഹത്തിന്റെ യുവത്വമാണ്. വി ക്യാൻ ഓൾസോ സീ ദ അഫെക്ഷൻ ഓഫ് ദ പോയറ്റ് ടു ഗോഡ്. ദൈവത്തോട് പോയറ്റിനുള്ള ആ ഒരു സ്നേഹവും നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. And some critics argue that the poem was written about 1625 when he was facing a major crisis or major change in his life. ചില നിരൂപകർ ക്രിറ്റിക്സ് പറയുന്നത് ഈ കവിത എഴുതപ്പെട്ടത് 1625 ആ ഒരു കാലഘട്ടത്തിലാണ്. ആൻഡ് ഡ്യൂറിങ് ദിസ് ടൈം ഹി വാസ് ഫേസിങ് എ മേജർ ചേഞ്ച് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. ആൻഡ് ആ പ്രതിസന്ധികള് കിങ് ജെയിംസ് 6th ആൻഡ് 1st ആൻഡ് 2 of his patrons died. ഈ ഒരു കാലഘട്ടത്തിലാണ് കിങ് ജെയിംസ് 6th അതേപോലെ 1ാമനും മരിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ പേട്രൻസ് ആണ്. പേട്രൺ മീൻസ് രക്ഷകരാണ്. ആൻഡ് ഹി ലോസ്റ്റ് ഓൾ ദ ഹോപ്സ് റിഗാർഡിംഗ് ഹിസ് കരിയർ അറ്റ് കോർട്ട് or in politics appeared to be at the end. ഈ സമയത്ത് കൊട്ടാരത്തിലെ തൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി. അതോടൊപ്പം തന്നെ പൊളിറ്റിക്സിൽ തൻ്റെ ഭാവി ഇല്ലാത്ത അവസ്ഥ. കാരണം ഈ 2 രാജാക്കന്മാരും മരിച്ചു പോകുന്ന ആ ഒരു സമയം തൻ്റെ പേറ്റൻസ് ആണ് അവര് മരണപ്പെട്ടു പോകുന്നു. ആൻഡ് ഹി വാസ് എ പബ്ലിക് ഒറേറ്റർ അറ്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഈ സമയത്ത് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ
പബ്ലിക് ഒറേറ്റർ ആണ്, പ്രാസംഗികനാണ്. ബട്ട് ദ പൊളിറ്റിക്കൽ പ്രിഫർമെന്റ് മേക്സ് ഇറ്റ് എൻഡ് ഓഫ് ദ കരിയർ. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ആ പൊളിറ്റിക്കൽ സിനാരിയോയിലുള്ള ആ ഒരു മാറ്റവും ഈ ഒരു ജോലി നഷ്ടപ്പെടാൻ ഇടയാകുന്നു. ആൻഡ് ഹി വാണ്ടഡ് ടു ഗെറ്റ് മാരീഡ് ബട്ട് കുഡിന്റ് ഫൈൻഡ് എ സ്യൂട്ടബിൾ മാച്ച് ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 32. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വളരെ നല്ലൊരു ആഗ്രഹമായിരുന്നു. ഹി വാണ്ട്സ് ടു ബി ഗെറ്റ് മാരീഡ്, വിവാഹം കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹി കുഡിന്റ് ഫൈൻഡ് എ സ്യൂട്ടബിൾ മാച്ച്. അദ്ദേഹത്തിന് ചേർന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 32, 32 വയസ്സായിട്ടും ഒരു അനുയോജ്യമായ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു വിഷമമുണ്ട്. അങ്ങനെ പലതരം പ്രതിസന്ധികളുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ. ആൻഡ് ഹി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 39. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഹി വാസ് സഫറിങ് ഫ്രം ട്യൂബർകുലോസിസ്, ക്ഷയരോഗം ബാധിച്ച് ആ ഒരു അവസ്ഥയും ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ, ആ ഒരു ക്രൈസിസ് അനുഭവിക്കുന്ന സമയത്താണ് ഈ കവിത എഴുതപ്പെട്ടത്. ദാറ്റ് മീൻസ് ഇൻ 1625, ആ ഒരു കാലഘട്ടം. അതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് പോം അഫ്ലിക്ഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ അഫ്ലിക്ഷൻസ് ഓഫ് ജോർജ് ഹെർബർട്ട്. അതിൽ പറയുന്ന അഫ്ലിക്ഷൻസ്, ഈ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹത്തിന് ഒരുപാട് സഹനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്ഷൻ ദ ടെമ്പിൾ. ദ ടെമ്പിൾ ഈസ് ദി ഓൺലി collection of his poems, and it includes 5 poems, and the first one is this Affliction. Okay, we can move on to the poem The Affliction by George Herbert. When first thou didst entice to thee my heart, I thought the service brave. ആദ്യമായിട്ട് പറയുന്നു, when first thou means you here. ഇവിടെ you എന്നത് ഗോഡ്, ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. When first thou didst entice to thee my heart, when you came to my heart, oh God, when you first came into my heart, താങ്കൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന സമയത്ത്, I thought the service brave, I thought my service was good. നേരത്തെ നമ്മൾ പറഞ്ഞു he was a priest, അതോടൊപ്പം തന്നെ he was a writer and he is a religious person. മതപരമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം. അതേപോലെ അങ്ങനെയുള്ള തീംസ് ഒക്കെ എഴുതുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രീസ്റ്റ് ആണ്. സോ ഹി തോട്ട് ദാറ്റ് ഹിസ് സർവീസ് വാസ് വെരി ഗുഡ് ആൻഡ് സോ ഗോഡ് കെയിം ഇൻ ടു ഹിസ് ഹാർട്ട്. ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം പറയുന്നുണ്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് വന്നത് തൻ്റെ സേവനങ്ങൾ, താൻ ചെയ്ത പ്രവർത്തികൾ നല്ലതായതുകൊണ്ടാണ് എന്നാണ് വിചാരിച്ചത്. സോ മെനി ജോയ്സ് ഐ റിഡ് ഡൗൺ ഫോർ മൈ പാർട്ട്. And for my part, or from my part, I can write a lot of poems expressing happiness. അല്ലെങ്കിൽ I can do services with joy. സന്തോഷത്തോടു കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. Besides what I might have out of my stock of natural delights. I have natural delights. എനിക്ക് സ്വാഭാവികമായിട്ടുള്ള സന്തോഷത്തെക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടി. And augmented with the gracious benefits, and these gracious benefit എന്ന് പറയുന്നത് ഇവിടെ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. അദ്ദേഹത്തിന് ഈ കവിതകളൊക്കെ എഴുതിയിട്ട് he got too many awards. അതോടൊപ്പം തന്നെ he was recognized by a lot of people. മെറ്റാഫിസിക്കൽ പോയിട്രിയിൽ ഉൾപ്പെട്ട ശ്രേഷ്ഠരായ എഴുത്തുകാരിൽ ഒരാളായിട്ടാണ് ഹെർബർട്ടിനെ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തി, ഹി ഗോട്ട് എ ലോട്ട് ഓഫ് പോപ്പുലാരിറ്റി ആൻഡ് അവാർഡ്സ്, ഒരുപാട് അവാർഡുകളും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയതൊക്കെയാണ് ആ ഒരു അർഹിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള സന്തോഷം. അപ്പോൾ എന്താണ്, എൻ്റെ ഈ സർവീസ് നല്ലതായതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയതെന്ന് ഞാൻ കരുതുന്നു. And I looked on thy furniture so fine. I looked on means I consider your furniture. താങ്കൾ എനിക്ക് തന്ന സിംഹാസനം, ഇവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the chair that you gave me is fine. താങ്കൾ എനിക്ക് തന്ന സ്ഥാനം, ഇവിടെ പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മെറ്റാഫിസിക്കൽ പോയിന്റ്സിലെ ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ന ആ ഒരു സ്ഥാനം, അറിയപ്പെടുന്ന ഒരു സ്ഥാനം, അതൊരു നല്ല പൊസിഷനായിരുന്നു. And made it fine to me. And oh God,
Thou made or you made such a position fun to me, and thy glorious household stuff did me win. Glorious household stuff means I can interfere in your part. ഇവിടെ priest ആണ്. Thy glorious household stuff did me entwine. Entwine means encircle. That means I am busy with my duties. താങ്കളുടെ അല്ലയോ ദൈവമേ, താങ്കളുടെ കടമകൾ കൊണ്ട് ഞാൻ ചുറ്റപ്പെട്ടു. ദാറ്റ് മീൻസ് ഐ ഹാവ് ടു പെർഫോം മൈ ഡ്യൂട്ടീസ് ആസ് എ പ്രീസ്റ്റ് ആൻഡ് ഓൾസോ ആസ് എ പോയിറ്റ്. ഒരു കവി എന്ന നിലയിൽ അതോടൊപ്പം തന്നെ ഒരു പ്രീസ്റ്റ് എന്ന നിലയിലുള്ള എൻ്റെ കടമകൾ എനിക്ക് ചെയ്യേണ്ടി വന്നു. ആൻഡ് ടുവൈസ് മീ ആൻഡ് ടു ദീ ആൻഡ് യു മെയ്ഡ് മീ യുവർ ഡിയർ വൺ. ദാറ്റ് മീൻസ് ഗോഡ് മെയ്ഡ് ഹിം സോ ക്ലോസ് ടു ഹിം. അദ്ദേഹത്തെ ദൈവം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിച്ചേർത്തു. ആ ഒരു കടമകൾ കൊടുത്ത് ദൈവത്തിൻ്റെതാക്കി. Such stars I counted mine, and at that time I got a lot of gifts, അല്ലെങ്കിൽ a lot of happiness. ആ സമയത്ത് such stars I counted mine, and I thought that such happiness or such star എന്നിവിടെ പറയുന്നത് അത്രത്തോളം ഉന്നതികൾ, such heights he counted as his own. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇത്രയും ഉയരങ്ങളെന്ന് അദ്ദേഹം ചിന്തിച്ചു. Both heaven and earth, സ്വർഗവും അതേപോലെ ഭൂമിയും, paid me my wages in a world of mirth. Both heaven and earth means from God and also from kings and his patrons. He got wages. Wages എന്ന് പറയുന്നത് ഇവിടെ പ്രതിഫലം. ആ പ്രതിഫലം എങ്ങനെയാണ് കിട്ടിയത്? In the world of mirth, as enjoyment. In these stages he was so busy with his duties and his responsibilities, and at that time he was very happy, and from God and from his patrons he got a lot of gifts and happiness. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അടുത്തു നിന്നും അതേപോലെ തന്നെ തൻ്റെ പേട്രൻസിൻ്റെ അടുത്തു നിന്നും രാജാക്കന്മാരുടെ ഇടയിൽ നിന്നും അതേപോലെ തന്നെ ഗോഡ് പോയിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അദ്ദേഹത്തിന് എല്ലായിടത്തു നിന്നും സന്തോഷമാണ് കിട്ടിയിരുന്നത്. സോ ഹി കൗണ്ടഡ് ദ സ്റ്റാർസ് ആസ് ഹിസ് ഓൺ. ആ നക്ഷത്രങ്ങളൊക്കെ തൻ്റേതാണ് എന്ന് കണക്കാക്കി. അതായത് ഈ ലോകം മുഴുവൻ തൻ്റേതാണ് എന്ന് അദ്ദേഹം കണക്കാക്കി. ആൻഡ് വാട്ട് പ്ലേഷേഴ്സ് കുഡ് ഐ വാണ്ട് ഹൂസ് കിങ്സ് ഐ സെർവ്ഡ്. അദ്ദേഹം ചോദിക്കുന്നു, ഇറ്റ്സ് എ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. വാട്ട് പ്ലേഷേഴ്സ് കുഡ് ഐ വാണ്ട്? ഇതിൽ പരം എന്ത് സന്തോഷമാണ് എനിക്ക് വേണ്ടത്? കാരണം ഐ എൻജോയ്ഡ് ഓൾമോസ്റ്റ് ഓൾ ഹാപ്പിനെസ്, ഓർ ഐ എൻജോയ്ഡ് ദ എക്സ്റ്റസി ഓഫ് ഹാപ്പിനെസ്. ആ ഒരു എക്സ്റ്റസിയിൽ ഞാൻ എത്തി, ആ ഒരു ജനത്തിൽ ഞാൻ എത്തി, ആ സന്തോഷത്തിൻ്റെ പാരമ്യതയിൽ ഞാൻ എത്തി. എനിക്ക് ഇതിൽ പരം എന്ത് സന്തോഷമാണ് വേണ്ടത്? ഹൂസ് കിങ്സ് ഐ സെർവ്ഡ്. ഹൂസ് കിങ് ഐ സെർവ്ഡ് മീൻസ് ആ രാജാക്കന്മാരെ, ഇവിടെ അതോടൊപ്പം തന്നെ രാജാക്കന്മാരെയും അതോടൊപ്പം തന്നെ ഇവിടെ കിങ് എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തെ സേവിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ രാജാക്കന്മാരുടെ കോഡ് പോയിറ്റ്സ് ആയിട്ടിരിക്കാൻ കഴിഞ്ഞു. ഇവിടെ ദൈവത്തെ സേവിക്കുക എന്നുള്ളത് ഹി ബിക്കം എ പ്രീസ്റ്റ്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തോടുള്ള കടമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ രാജാക്കന്മാരുടെ കോഡ് പോയിന്റ് എന്ന നിലയിൽ, കൊട്ടാര കവി എന്ന നിലയിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു. സോ ഇതിൽ പരം എന്ത് ഹാപ്പിനെസ് ആണ്, ഇതിൽ പരം എന്ത് സന്തോഷമാണ്? വാട്ട് പ്ലഷേഴ്സ് കുഡ് ഐ വാണ്ട്? വേർ ജോയ്സ് മൈ ഫെലോസ് വെയർ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ജോയ്സ് വെയർ മൈ ഫെലോസ്. എൻ്റെ കൂട്ടാളികൾ. ജോയ്സ് വെയർ മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടാളികളായിരുന്നു സന്തോഷം. ആൻഡ് ദസ് ആർഗ്യൂഡ് ഇൻ ടു ഹോപ്സ്. Thus argued into hopes means such a state of happiness. My thoughts reserved no place for grief or fear. And at that time I enjoyed, or I cannot suffer, or I never suffer grief or fear. കാരണം എന്താണ്? ജോയ്സ് ആർ മൈ ഫ്രണ്ട്സ്. സന്തോഷമായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ. ആ സമയത്ത് എനിക്ക് ദുഃഖമോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. And therefore my sudden soul caught at the place. So my sudden soul, എൻ്റെ ആത്മാവ്, caught at the place and made her youth and fears seek my face. And fierceness seek thy face. That means
ഇവിടെ in my youth I enjoyed almost all my happiness, so I never taste fear or പെയിൻ. എനിക്ക് വേദനകളോ അല്ലെങ്കിൽ ഗ്രീഫ് ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും തന്നെ എൻ്റെ ആ യുവത്വ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. അറ്റ് ഫസ്റ്റ് thou gavest me milk and sweetness. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നു, അറ്റ് ഫസ്റ്റ് in my youth you gave me milk and sweetness. ഒരുപാട് ഇവിടെ മിൽക്ക് ആൻഡ് ഹാപ്പിനെസ് അല്ലെങ്കിൽ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്ലഷേഴ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ആ സന്തോഷമാണ് പറയുന്നത്. ഐ ഹാഡ് മൈ വിഷ് ആൻഡ് വേ, ആൻഡ് അറ്റ് ദ ടൈം ഐ ഹാഡ് മൈ വിഷ് ആൻഡ് വേ. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതികൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ എൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടുവോളം അന്ന് എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ തന്നു, എൻ്റെ യുവത്വത്തിൽ തന്നു, എനിക്കെല്ലാം വേണ്ടതെല്ലാം തന്നു. പിന്നീട് എന്ത് പറയുന്നു, and my days were strayed with flowers and happiness, and at that time my days were strayed means ഇവിടെ അവിടെ വിതറിയിരിക്കുക, സ്കാറ്റേർഡ് എന്നുള്ള അർത്ഥമാണ്, വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ഹാപ്പിനെസ്. എൻ്റെ ജീവിതത്തിൽ മൈ ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ഹാപ്പിനെസ്. ദാറ്റ് മീൻസ് ഫ്ലവേഴ്സ് മീൻസ് ഫ്രാഗ്രൻസ്. ഇവിടെ ആ ഒരു സന്തോഷവും സമൃദ്ധിയും അതൊക്കെയാണ് എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നത്. And there was no month but May. അവിടെ എന്തില്ലായിരുന്നു? There was no month, ഒരു മാസവുമില്ല മെയ് മാസം അല്ലാതെ. മെയ് മാസം, the month of May is regarded as the spring season. It's the season of spring and is the season of flowers, പൂക്കളുടെ കാലഘട്ടം. And it is the season of new birth, പുതിയ ജന്മത്തിൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ പുതിയ മരങ്ങളിലൊക്കെ പൂവുണ്ടാകുന്ന, പൂത്ത് തളിർത്ത ആ ഒരു നിറവിൻ്റെ കാലഘട്ടമാണ്, നിറവിൻ്റെ മാസമാണ് മെയ് മാസം. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആ ഒരു മെയ് മാസം എന്നത് ആ ഒരു പുതുജീവന്റെ കാലഘട്ടമാണ്, ആ ഒരു ഉണർവിൻ്റെ കാലഘട്ടമാണ്. സോ ഇൻ മൈ ലൈഫ് ദർ വാസ് നോ മന്ത് എക്സെപ്റ്റ് മെയ്. മെയ് മാസം ഒഴിച്ച്, ദാറ്റ് മീൻസ് ഐ എൻജോയ്ഡ് ഓൾമോസ്റ്റ് ഓൾ ഹാപ്പിനെസ് ഇൻ മൈ യൂത്ത്. എൻ്റെ കാലഘട്ടത്തിൽ, എൻ്റെ യുവത്വത്തിൽ ഞാൻ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു. പിന്നീട് എന്താണ് അദ്ദേഹം പറയുന്നത്, ദർ വാസ് നോ മന്ത് ബട്ട് മെയ്. സാധാരണ ന്യൂട്ടേഷൻ ചോദിക്കാറുണ്ട്. ആൻഡ് ബട്ട് വിത്ത് മൈ ഇയേഴ്സ് സോറോ ഡിഡ് ട്വിസ്റ്റ് ആൻഡ് ഗ്രോ ആൻഡ് മെയ്ഡ് എ പാർട്ടി അൺഅവേഴ്സ് ഓഫ് യു. എന്താ പറയുന്നത്, ബട്ട് വിത്ത് മൈ ഇയേഴ്സ് സോറോ, പക്ഷേ കാലക്രമേണ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ടൈം, കാലം മുന്നോട്ട് പോയ സമയത്ത് ഐ ഹാഡ് ടു ഫേസ് സോറോ, എനിക്ക് സങ്കടങ്ങൾ നേരിടേണ്ടി വന്നു. സോ മൈ ഇയേഴ്സ് സോറോ ഡിഡ് ട്വിസ്റ്റ് ആൻഡ് ഗ്രോ ആൻഡ് whatever I enjoyed or how I enjoyed my pleasures, in the same way sadness or fear or pain began to grow in me. ഞാൻ എത്രത്തോളം സന്തോഷം എങ്ങനെയാണോ അനുഭവിച്ചത് അതേ അളവിൽ തന്നെ ദുഃഖം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. ആൻഡ് മെയ്ഡ് എ പാർട്ടി ഓഫ് അൺഅവെയർ ഫോർ വോ, ആൻഡ് മെയ്ഡ് എ പാർട്ടി ഓഫ് വോ. വോ മീൻസ് സോറോ, സങ്കടത്തിൻ്റെ ഒരു പാർട്ടി തന്നെയായിരുന്നു. ദാറ്റ് മീൻസ് നമ്മൾ പറയാറുണ്ട്, സങ്കടം വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അതേപോലെ he began to face sorrow and it is a rain of sorrow. ഒരു ദുഃഖത്തിൻ്റെ പെരുമഴ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഇനി ആ ദുഃഖങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മൈ ഫ്ലെഷ് ബിഗാൻ അൺടു മൈ സോൾ ഇൻ പെയിൻ. മൈ ഫ്ലെഷ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹി വാസ് എ പേഷ്യൻ്റ് ഓഫ് ട്യൂബർക്കുലോസിസ് ഓർ ഹി വാസ് സഫറിങ് ഫ്രം ട്യൂബർക്കുലോസിസ്. ആ ഒരു രോഗാവസ്ഥയാണ് പറയുന്നത്. മൈ ഫ്ലെഷ് ബിഗാൻ അൺടു മൈ സോൾ ഇൻ പെയിൻ. മൈ ഫ്ലെഷ്, എൻ്റെ ബോഡി, എൻ്റെ ബോഡിയും എൻ്റെ ആത്മാവും വേദനിക്കാൻ തുടങ്ങി. സിക്നെസ് ക്ലീവ് മൈ ബോൺസ്, രോഗം എൻ്റെ എല്ലിനെ ബാധിക്കാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് സോ ഡീപ്പ്, ഇറ്റ് വാസ് സോ പെയിൻഫുൾ. കൺസ്യൂമിങ് ഓക്സ് ഡ്വെൽ ഇൻ എവരി വെയിൻ. കൺസ്യൂമിങ് ഓക്സ് മീൻസ് ആ സ്റ്റേറ്റ് ഓഫ് ചിൽ ഓർ ഷേക്കിംഗ്. ആ കൺസ്യൂം എന്ന് പറയുന്നത് ഇവിടെ ട്യൂബർകുലോസിസ് ആണ്, ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം മെലിഞ്ഞു പോയ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ
എന്ത് പറ്റി? കൺസ്യൂമിങ് ഓക്സ് ഡ്വെൽ ഇൻ എവരി വെയിൻ, എൻ്റെ ഓരോ ഞരമ്പിലും ആ ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. കൺസ്യൂമിങ് എയ്ഡ്സ് ഡ്വെൽ ഇൻ എവരി വെയിൻ. ഇവിടെ കൺസ്യൂമിങ് എയ്ഡ്സ് എന്ന് പറയുന്നത് ദ ഷിവറിങ് ഓഫ് ദ ബോഡി, ശരീരം വിറയ്ക്കുക. ആ രോഗം ബാധിച്ച്, ക്ഷയരോഗം ബാധിച്ച് മെലിഞ്ഞ് ശരീരം വിറയ്ക്കുന്ന അവസ്ഥ. സോ ഇറ്റ് ബിഗാൻ ടു ഡ്വെൽ ഇൻ എവരി വെയിൻ, എൻ്റെ ഓരോ ഞരമ്പിനെയും ആ ഒരു ക്ഷീണം ബാധിച്ചു. ആൻഡ് ട്യൂൺ മൈ ബ്രെത്ത് ഇൻ ടു ഗ്രോൺസ്, എൻ്റെ ശ്വാസം, എൻ്റെ ഓരോ ശ്വാസവും ഗ്രോണിങ് ആയി, ഞരങ്ങലായി മാറി. എത്രത്തോളം വീസിങ് സൗണ്ട് ഒക്കെ ഉണ്ടായി. ആൻഡ് സോറോ വാസ് ഓൾ മൈ സോൾ, എൻ്റെ ആത്മാവിൽ മുഴുവൻ ദുഃഖമായി മാറി. ആൻഡ് ഐ സ്കേഴ്സ് ബിലീവ്ഡ്, ഐ സ്കേഴ്സ് ബിലീവ്ഡ് മീൻസ് ഐ നെവർ ബിലീവ്ഡ് till grief did tell me roundly that I lived. എങ്ങനെയാ പറഞ്ഞത്? till grief told me that I am a living person. ദുഃഖമാണ് എന്നോട് പറഞ്ഞത് നീ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന്. അത്രത്തോളം എനിക്കറിയില്ലായിരുന്നു ഐ ആം എ ലിവിങ് പേഴ്സൺ. അത്രത്തോളം ഞാൻ സഹിച്ചു. ഹി ഹാഡ് ടു സഫർ എ ലോട്ട് ബിക്കോസ് ഓഫ് ട്യൂബർക്കുലോസിസ്. പിന്നീട് പറയുന്നു when I got help, ഇനി എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോൾ when I regained my health, thou tookest my life. എൻ്റെ രോഗം കൊണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ ആരോഗ്യം ഞാൻ വീണ്ടെടുത്ത സമയത്ത് എന്ത് പറ്റി? thou tookest away my life, എൻ്റെ ജീവിതം തന്നെ അങ്ങ് എടുത്തു. thou means you. ദൈവത്തോട് പറയാണ്, ദൈവത്തോട് പരാതി പറയാണ്. when I regained my health, you took away my life. എങ്ങനെയാണ്? and more for my friends die. എങ്ങനെയാ എൻ്റെ ജീവിതം എടുത്തത്? because you take away my friends. We have already said that his patrons and the kings were dead. അദ്ദേഹത്തിൻ്റെ പേtronsഉം രാജാക്കന്മാരും ഒക്കെ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേtrons ആയിരുന്ന രാജാക്കന്മാർ മരിച്ചു. and my mirth and edge was lost, and I had lost my mirth and edge. edge means last or the end. എൻ്റെ ജീവിതം സന്തോഷപ്രദമായി അവസാനിക്കുമെന്ന് വിചാരിച്ച എൻ്റെ ആ ഒരു വിശ്വാസവും അതോടൊപ്പം തന്നെ എൻ്റെ ആ ഒരു സന്തോഷവും ഇല്ലാതെയായി. എ ബ്ലണ്ടഡ് നൈഫ്, ഞാൻ എന്തായി മാറി? എ ബ്ലണ്ടഡ് നൈഫ്, ഒന്നിനും കൊള്ളാത്ത മൂർച്ചയില്ലാത്തൊരു ആയുധം പോലെയായി, ഒരു കത്തി പോലെയായി ഞാൻ. എ ബ്ലണ്ടഡ് നൈഫ് വാസ് ഓഫ് മോർ യൂസ് ദാൻ ഐ, എന്നെക്കാളിലും നല്ലത് മൂർച്ചയില്ലാത്ത ഒരു കത്തിയാണ്. അത്രത്തോളം ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനായി ഞാൻ മാറി. thus thin and lean without a fence or friends. വളരെയധികം ദുഃഖങ്ങൾ വെളിപ്പെടുത്തുന്ന വരികളാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. thus thin and lean because of tuberculosis. ആ ട്യൂബർകുലോസിസ് ക്ഷയരോഗം ബാധിച്ച് വളരെ നേർത്ത് മെലിഞ്ഞുണങ്ങിയ പോലെയായി. without a fence or friends, without any support or friends. സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഒരു താങ്ങായിട്ട് ഒരാൾ പോലും ഇല്ലാതെ മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായ ഒരു അവസ്ഥയിലെത്തി. and I was blown through with every storm and wind. and I was blown through means I have to go through every storm and wind. കൊടുങ്കാറ്റിൻ്റെയും കാറ്റിൻ്റെയും ഇടയിലൂടെ ഒക്കെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. that means sorrows followed him just like a storm. കൊടുങ്കാറ്റ് പോലെ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തെ ദുഃഖങ്ങൾ വേട്ടയാടി. അതിനുള്ളിലൂടെയൊക്കെ ആ ദുഃഖങ്ങൾക്കിടയിലൂടെയൊക്കെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായി വന്നു. ഇവിടെ സ്റ്റോം ആൻഡ് വിൻഡ് എന്ന് പറയുന്നത് ദ റെയിൻ ഓഫ് സോറോ, ആ ദുഃഖത്തിന്റെ ആ ഒരു പെരുമഴയാണ് ഇവിടെ പറയുന്നത്. whereas my birth and spirit rather took the way that takes the town. ഇനി അദ്ദേഹം പറയുന്നു whereas my birth and spirit, എൻ്റെ ജനനം അതേപോലെ തന്നെ എൻ്റെ ആത്മാവ്, that took the way that takes the town. that means he had to change into a town, he had to change his stay into a town. thou didst betray me to a lingering book, and thou didst betray me, betray means ചതിക്കുക, into a lingering book and wrap me in a gown. lingering book ഇവിടെ ഒരു പോയറ്റ് എന്ന നിലയിൽ and wrap me in a gown, ഇവിടെ ഗൗൺ എന്ന് പറയുന്നത് ഗൗൺ ഓഫ് എ പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ജീവിക്കേണ്ടി വന്നു.
അതോടൊപ്പം തന്നെ ഒരു പ്രീസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ജീവിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ എന്ത് പറ്റി? ആൻഡ് റാപ്പ് മീ ഇൻ എ ഗൗൺ, ഐ വാസ് entangled in the world of strip. And after that I was entangled. Entangled means tied up. എന്നെ കെട്ടപ്പെട്ട പോലെയായി. എങ്ങനെയാണ്? in the world of strip. Strip means sorrow or pain. ഈ ഒരു കഷ്ടപ്പാടിന്റെ ഇടയിൽ എന്നെ കെട്ടപ്പെട്ട പോലെ തോന്നി. ബിഫോർ ഐ ഹാഡ് ദ പവർ ടു ചേഞ്ച് മൈ ലൈഫ്. I had no power to change my life because I was tied in all directions. എല്ലാ സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ എല്ലാ ദിശയിൽ നിന്നും എന്നെ കെട്ടപ്പെട്ട പോലെയായി. കാരണം ദുഃഖങ്ങൾ കൊണ്ട് ഒരു പുരോഹിതൻ എന്ന നിലയിൽ, അതേപോലെ തന്നെ ഒരു പോയറ്റ് എന്ന നിലയിലൊക്കെ ഞാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് പേറ്റൻസ്. അതോടൊപ്പം തന്നെ കിങ്സ്, രാജാക്കന്മാർ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ പേറ്റൻസ് മരണപ്പെട്ടു. സോ ഹിസ് ലൈഫ് ആസ് എ പോയിന്റ് വാസ് ഇൻ ഡിലെമ. അദ്ദേഹത്തിന്റെ കവി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലാണുള്ളത്. ഇനി ആര് പേറ്റണായിട്ട് വരുമെന്നൊക്കെയുള്ള ആ ഒരു അരക്ഷിതാവസ്ഥ. ഇനി പൊളിറ്റിക്കൽ സൈഡിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിലയിലാണെങ്കിൽ പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു തിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹി വാസ് വെരി ഈഗർ ടു മാരി സംവൺ. വിവാഹം കഴിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ച വ്യക്തിയാണ്. ആൻഡ് ഹി കനോട്ട് ഫൈൻഡ് എ മാച്ച് ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 32. 32 വയസ്സായിട്ടും അദ്ദേഹത്തിനൊരു സ്യൂട്ടബിൾ മാച്ചിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു വിഷമമുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്. അതോടൊപ്പം തന്നെ ഹി വാസ് സഫറിങ് ഫ്രം ട്യൂബർക്കുലോസിസ്. ക്ഷയരോഗം ബാധിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനെ ഒരുപാട് വേട്ടയാടിയിരുന്നു. Yet for I threatened of the siege to raise. I was often forced to rise from all these sufferings. ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്ന് എഴുന്നേൽക്കാൻ ഞാൻ ശ്രമിച്ചു. Not simpering all my age, and I am not concerning my age. എൻ്റെ പ്രായത്തെ ഞാൻ കണക്കാക്കാതെ എൻ്റെ പ്രായം കണക്കാക്കാതെ ഞാൻ ഇതിൽ നിന്നൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. Thou oft dost with academic praise, and oh God, you gave me academic prize. That means as a poet, he received a lot of awards. അദ്ദേഹത്തിന് ഒരുപാട് പ്രൈസ്, അഭിനന്ദനങ്ങൾ കിട്ടിയ ഒരു കവിയെന്ന. അക്കാദമിക് പ്രൈസ് എന്ന് പറയുന്നത് ഒരു കവി എന്ന നിലയിൽ he received a lot of praise. Melt and dissolve my rage, and these praises can dissolve his rage. അദ്ദേഹത്തിന്റെ ദേഷ്യത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വിഷമത്തെ ഒക്കെ കുറയ്ക്കാൻ ഈ അക്കാദമിക് പ്രൈസിന് കഴിഞ്ഞു. ആൻഡ് I took thy sweetened pill till I came where I could not go away, not persevere. എന്ത് ചെയ്തു? I took thy sweetened pill. Sweetened pill ഇവിടെ താങ്കൾ തന്ന ആ ഒരു സ്വീറ്റൻഡ് പിൽ, ആ ഒരു ഗുളിക ഞാൻ കഴിച്ചു. ഇവിടെ ഗുളിക കഴിച്ചു എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു സന്തോഷം ഞാൻ സ്വീകരിച്ചു. ദാറ്റ് മീൻസ് ഐ റിസീവ്ഡ് യുവർ അക്കാദമിക് പ്രൈസ് till I came where I could not go away and persevere. That means I received that happiness and I move forward. ഞാൻ കുറേ ദൂരം മുന്നോട്ട് പോയി. എവിടെ വരെ? till I can go. എനിക്ക് പോകാൻ പറ്റുന്ന അത്രയും ദൂരം ഞാൻ ആ സന്തോഷം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ബട്ട് ഐ കനോട്ട് ഗോ ഫോർവേഡ്. മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല, കാരണം പിന്നെയും പ്രശ്നങ്ങളാണ്. നോർ പെർസിവർ. പെർസിവർ മീൻസ് സഫർ. എനിക്ക് സഹിക്കാവുന്ന അത്രയും കാലം ഞാൻ അത് സ്വീകരിച്ചു. അതായത് ഈ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സന്തോഷം, ഇടയ്ക്കിടയ്ക്ക് ദുഃഖം. ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അക്കാദമിക് പ്രൈസ് കിട്ടുന്നുണ്ട്. ആ ഒരു കവി എന്ന നിലയിലുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നു. Yet lest perhaps I should have too happy be in my unhappiness. പിന്നീട് പറയുന്നു, yet lest perchance, perchance means by chance, I should too happy be in my unhappiness. I can find happiness in my unhappiness tilt. Turning my purge to food, thou throwest to me unto more sickness. And I was asking for food. ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുമ്പോൾ എന്താ ചെയ്തത്? Thou throwest to me
into more sickness. എനിക്ക് കൂടുതൽ ദുരിതങ്ങളും രോഗങ്ങളുമാണ് തരുന്നത്. എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങയോട് യാചിക്കുമ്പോൾ എനിക്കെന്താ തന്നത്? കൂടുതലും എനിക്ക് ദുഃഖങ്ങളും സങ്കടങ്ങളുമാണ് എറിഞ്ഞു തന്നത്. And thus that thy power crossed by me, and you showed your power on me. That is not matching. ഒരിക്കലും ഞാൻ അതൊരിക്കലും ക്രോസ് മാച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഒരിക്കലും ചേർന്ന് പോകാത്തതാണ്. ഞാൻ ഭക്ഷണം ചോദിക്കുമ്പോൾ അങ്ങനെ എനിക്ക് കൂടുതൽ കൂടുതൽ സങ്കടമാണ് തരുന്നത്. Whenever I asked for food, you gave me sorrows and grief. എപ്പോഴൊക്കെ ഞാൻ ഭക്ഷണം ആവശ്യപ്പെട്ടോ അപ്പോഴൊക്കെ താങ്കൾ എനിക്ക് സങ്കടവും പ്രയാസവുമാണ് തന്നത്. Yet now I am here. ഞാനിപ്പോൾ ഇവിടെയുണ്ട്. And what thou wilt do with me? താങ്കൾക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ സാധിക്കുക? കാരണം എന്താണ്? ഐ എം റെഡി ടു സഫർ ഓൾ യുവർ ഹോബീസ്. ഇപ്പോൾ ദൈവത്തിന്റെ ഒരു ശീലം പോലെയാണ്, ഹോബി പോലെയാണ്. ഞാൻ എപ്പം ഭക്ഷണം ചോദിക്കുമ്പോൾ എനിക്ക് തരുന്ന ദുഃഖങ്ങളാണ്. സോ ഐ എം റെഡി ടു സഫർ ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ ഞാൻ സഹിക്കും. നൺ ഓഫ് മൈ ബുക്സ് വിൽ ഷോ. ഓൾ മൈ ബുക്സ് ആർ ഗ്രേറ്റ്, or all my books are regarded as great ones, but none of my books will show I read and cite. പക്ഷേ എൻ്റെ പുസ്തകത്തിലും, that means I cannot find an answer in my books. എൻ്റെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ I read and cite, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. And I sighed, നെടുവേർപ്പിട്ടു. കാരണം എന്താണ്? I cannot find an answer from all these books. ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു, പക്ഷേ ഐ കനോട്ട് ഫൈൻഡ് ആൻ ആൻസർ. കാരണം എന്താണെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഐ കനോട്ട് നോ ഓർ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. അടുത്തത് എന്താണ് എന്ന്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നടുക്കടലിൽ പെട്ട പോലെ അവസ്ഥ. ആൻഡ് ഐ വിഷ് ഐ വേർ എ ട്രീ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ തോട്ട് ഐ വേർ എ ട്രീ. ഞാനൊരു മരമായിരുന്നു എന്ന് ആഗ്രഹിച്ചു. ഫോർ ഷുവർ. കാരണം എന്താ? ഫോർ ഷുവർ ദെൻ I should grow to fruit or shade. If I were a tree, I could grow into a big tree and I can bear fruit and shadow. I can be a shadow. എനിക്ക് എന്താകാൻ കഴിയും? തണലാകാൻ കഴിയും, മറ്റുള്ളവർക്ക് തണലാകാൻ കഴിയും. അതേപോലെ തന്നെ ധാരാളം ഫ്രൂട്ട്സ് എൻ്റെ മരത്തിൽ ഉണ്ടാകാൻ സാധിക്കും ഞാൻ ഒരു മരമായിരുന്നെങ്കിൽ. And at least some birds would trust me. And if I were a tree, birds came to sit in my branches. എൻ്റെ മരക്കൊമ്പിൽ പക്ഷികൾ വന്നിരിക്കും. And they can trust me. എന്നെ വിശ്വസിച്ച് എൻ്റെ മരക്കൊമ്പിൽ പക്ഷികൾക്ക് വന്നിരിക്കാൻ സാധിക്കും. And I should be just. I should be just means I should be happy. ഞാൻ നീതിമാനാകുമായിരുന്നു, സന്തോഷമുള്ളവനാകുമായിരുന്നു. Yet though thou troublest me, I must be meek. If you trouble me, I should be meek. Meek means എന്നെ എത്ര ദ്രോഹിച്ചാലും ഞാൻ അനങ്ങില്ല, ഞാൻ വളരെ ഭവ്യതയോടുകൂടി നിൽക്കും. മീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സില്ലിയായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞാടിനെ പോലെ നിൽക്കും. ഇൻ വീക്ക്നെസ് മസ്റ്റ് ബി സ്റ്റൗട്ട്, ആൻഡ് ഐ മസ്റ്റ് ബി സ്റ്റൗട്ട് ഓർ സ്ട്രോങ് ഇൻ മൈ വീക്ക്നെസ്. എൻ്റെ ദൗർബല്യങ്ങളിൽ, എൻ്റെ ദുർബലതയിൽ ഞാൻ ശക്തനായി മാറും. വെൽ ഐ വിൽ ചേഞ്ച് ദ സർവീസ്. ഐ ഹാഡ് ടു ചേഞ്ച് മൈ സർവീസ് ആൻഡ് ഗോ സീക്ക് സം അതർ മാസ്റ്റർ ഔട്ട്. ഐ ഹാവ് ടു സീക്ക് അതർ മാസ്റ്റേഴ്സ്. ഞാനിങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ പേറ്റൻസിനെ നഷ്ടപ്പെട്ടു, എൻ്റെ രാജാക്കന്മാരെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. I have to seek some other masters and patrons. Oh my dear God, though I am clean forgot. I am clean forgot means I am clean forgot by you. You forgot me. എന്നെ പൂർണ്ണമായിട്ടും അങ്ങ് മറന്നു കളഞ്ഞാലും, അങ്ങ് മറന്നുപോയെങ്കിലും, let me not love thee if I love thee not. വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്. Let me not love thee. ഞാൻ അങ്ങയെ സ്നേഹിക്കാൻ അങ്ങ് അനുവദിക്കരുത്. എങ്ങനെയാണെങ്കിൽ if I love thee not. ഞാൻ അങ്ങയെ സ്നേഹിച്ചില്ല എങ്കിൽ എന്നെ അങ്ങ് സ്നേഹിക്കാൻ അനുവദിക്കും. We can see a lot of themes in the poem like misery, sorrow, grief, etc. These are the main points. Hope you enjoyed it. Thank you.